നമസ്കാരം. നമ്മൾ വിവിധമായ കാര്യങ്ങൾ രാഷ്ട്രീയ മേഖലയിലെക്കുറിച്ച് ചർച്ച ചെയ്തു പോകുന്നുണ്ട്. അത് വ്യക്തികളെക്കുറിച്ച്, വനിതകളെക്കുറിച്ച്, പല പല കാര്യങ്ങൾ. BJP, CPM, കോൺഗ്രസ്, വിവിധ പാർട്ടികളിലെ വിവിധ ആളുകളുടെ വ്യക്തിപരമായ കാര്യങ്ങളും ആര് മത്സരിക്കും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ നോക്കുകയാണ്. ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ നോക്കിപ്പോകുന്നത് തുടർച്ചയായി ജയിക്കുകയും അല്ലെങ്കിൽ ജയിക്കുമെന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന വിഭാഗങ്ങളെയാണ് നമ്മളിപ്പോൾ നോക്കിപ്പോകുന്നത്. ബാക്കി നമ്മൾ തുടർച്ചയായും ഇനി വരുന്ന ദിവസങ്ങൾ നമുക്ക് പറയാം. ഇവിടെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഗണേഷ് കുമാറുമായും പത്തനാപുരവുമാണ്. കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണപിള്ള ആയിരുന്നു ഒരു കാലഘട്ടം. അതിനെ ഐഷ പോറ്റി എന്ത് ചെയ്തു? നന്നായി വന്നു. 3 തവണ ഐഷ പോറ്റി അവിടെ ജയിച്ചു. ഇപ്രാവശ്യം ഐഷ പോറ്റിക്ക് സീറ്റ് കൊടുത്തില്ല. അവർ അതുകൊണ്ട് പെട്ടെന്ന് അവർ കയറി സുഖമില്ല എന്നൊക്കെ പറഞ്ഞു. അത് വേറെ കഥ. എന്തായാലും KN ബാലഗോപാൽ അവിടെ മത്സരിച്ച് ജയിച്ചു. വീണ്ടും കൊട്ടാരക്കര ബാലകൃഷ്ണപിള്ളയിൽ നിന്ന് തിരിച്ചു പിടിച്ചു കൊടുക്കാൻ ഐഷ പോറ്റിക്ക് കഴിഞ്ഞു. അപ്പോഴും പത്തനാപുരം 2016 മുതൽ പിന്നെ കഴിഞ്ഞ 16 പുറകോട്ട് നോക്കുമ്പോൾ ഒരു 2-4-5 പ്രാവശ്യമായി ഗണേഷ് കുമാറാണ് ജയിക്കുന്നത്. KB ഗണേഷ് കുമാർ ജയിക്കുന്നതിന് ഒരു കാരണം അവിടുത്തെ നായർ സർവീസ് സൊസൈറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നായന്മാരുടെ ഒരു വിഭാഗം, നല്ലൊരു വിഭാഗം ഗണേഷ് കുമാറിൻ്റെ പാർട്ടിയുമായിട്ടുമുണ്ട്. പിന്നെ ഗണേഷ് കുമാറിൻ്റെ അച്ഛൻ്റെയും കീഴൂട്ട് രാമൻപിള്ള മുതൽ അപ്പൂപ്പൻ്റെ കാലം മുതലുള്ള ബന്ധങ്ങളും പിന്നെ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവവും കാര്യങ്ങളെല്ലാം വച്ച് വരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ ഒരു ചിന്ത പോകുന്നത് വേറൊരു വഴിക്കാണ്. ഇപ്രാവശ്യം അവിടെ ഗണേഷ് കുമാർ തോറ്റു പോകാനുള്ള സാധ്യതയും നമുക്ക് കാണാതിരുന്നു കൂടാ. പല കാരണങ്ങളാണുള്ളത്. ഒന്ന്, UDF അനുകൂലമായ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലും അതിശക്തമായ രീതിയിൽ ഒരു ട്രെൻഡ് UDF അനുകൂലമായി വന്നിട്ടുണ്ട്. അത് ഗണേഷ് കുമാറിന് ഉപദ്രവമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗണേഷ് കുമാറിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രശ്നങ്ങളും ഇപ്പോൾ ഗണേഷ് കുമാർ ഇപ്പം ട്രാൻസ്പോർട്ട് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിലുപരിയായി അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനകളും അദ്ദേഹം ഓരോരുത്തരെ വ്യക്തിപരമായി ആക്രമിക്കുന്നതും, അതിപ്പോൾ മേയറെ എടുത്താലും, തിരുവനന്തപുരത്ത് മേയറുമായി ബന്ധപ്പെട്ട വിവാദമെടുത്താലും, സുരേഷ് ഗോപിയായിട്ടുള്ളത് എടുത്താലും, ആരുമായിട്ടെടുത്താലും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ളത് എടുത്താൽ, കോൺഗ്രസ്സുകാരുമായിട്ടെടുത്താലും, VD സതീശനെ പറയുന്നതായാലും, എന്തായാലും ഒരു മന്ത്രി എന്നതിലുപരിയായിട്ടുള്ള ഒരുപാട് വേലകൾ ഈ ഗണേഷ് കുമാർ കാണിക്കുന്നുണ്ട്. ഇതിന് സമാനമായിട്ടുള്ളൊരു കഥയാണ് പാലായിൽ നടക്കാൻ സാധ്യതയുള്ളത്. ഇന്നലത്തോടുകൂടി UDF പോകുന്നത് ജോസ് കെ മാണി മതിയാക്കിയിട്ടുണ്ട്. അദ്ദേഹം എന്തിലേക്ക് പോവുകയാണ്? നേരിട്ട് LDF തന്നെ നിൽക്കുകയാണ്. അതിന് റോഷി അഗസ്റ്റിൻ്റെ ഇടപാട് അതിനകത്തുണ്ട്. പക്ഷേ എന്തായാലും തിരുവമ്പാടി കൊടുത്തുകൊണ്ട് നമ്മുടെ മാണി സി കാപ്പന് തിരുവമ്പാടി കൊടുത്തുകൊണ്ട്, തിരുവമ്പാടിയിൽ ഒരു ക്രിസ്തീയ വിഭാഗങ്ങളും ഉണ്ട്, അവിടെ മുസ്ലിം വിഭാഗമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കൊടുത്തുകൊണ്ട് നമുക്ക് മാണി സി കാപ്പനെ അങ്ങോട്ട് പൊക്കാം എന്നൊക്കെ, നമ്മൾക്കത് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയും ടീമൊക്കെ പോയെങ്കിലും അത് നടന്നിട്ടില്ല. ജോസ് കെ മാണി മത്സരിക്കുന്നത് പാലായിൽ തന്നെയാണ്. അങ്ങനെ പാലായിൽ മത്സരിക്കുമ്പോൾ അവിടെ തോറ്റുപോകാനാണ് ജോസ് കെ മാണി. 2 കാരണങ്ങളാൽ തോറ്റുപോകാം. ഒന്ന്, മാണി സി കാപ്പൻ ശക്തമായി മണ്ഡലത്തിലുണ്ട്, വളരെ ശക്തമായ മണ്ഡലത്തിലുണ്ട്. പിന്നെ ഒരു UDF കാറ്റും കിടപ്പുണ്ട്. ഈ 2 കാറ്റും അടിച്ചതുകൊണ്ട് മാത്രമല്ല, UDFനോടൊപ്പം നമ്മുടെ ജോസ് കെ മാണിയോടൊപ്പമുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ UDF കേരള കോൺഗ്രസ് പോകണം എന്നുള്ള ഒരു വിഷയത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു സാധ്യതയെ നമ്മൾ മനസ്സിലാക്കണം. ഗണേഷ് കുമാറിലേക്ക് വന്നാൽ പത്തനാപുരം പഴയ പത്തനാപുരമല്ല. കൊല്ലം ജില്ലയിൽ കൊല്ലം കോർപ്പറേഷൻ UDF കൊണ്ടുപോയി. കൊല്ലം ജില്ലയിലെ വ്യാപകമായ പഞ്ചായത്തുകൾ വലിയ തോതിലാണ് UDF പോയിരിക്കുന്നത്. അതിൻ്റെ ഒരു അനുരണനം തീർച്ചയായിട്ടും പത്തനാപുരത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഗണേഷ് കുമാർ ചരിത്രത്തിലാദ്യമായി തോറ്റു പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ സിനിമാ നടൻ ജഗദീഷ് മത്സരിച്ചു നേരത്തെ, അപ്പോഴും രക്ഷപിടിച്ച്. അപ്പോഴും ഭീമൻ രഘു ഒക്കെ മത്സരിച്ചു. BJPക്ക് ഭീമൻ രഘു, അതുപോലെ തന്നെ കോൺഗ്രസിന് വേണ്ടി ജഗദീഷ് മത്സരിച്ചു, എന്നിട്ടും രക്ഷപ്പെട്ടില്ല. ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം നന്നായി പക്ഷേ നന്നായി പ്രവർത്തിക്കുകയും അവിടെ ഒരു ചലനമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്രാവശ്യം ഒരു ജ്യോതികുമാർ ചാമക്കാലയാണോ നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹം മണ്ഡലത്തിലുണ്ട്, സജീവമായ മണ്ഡലത്തിലുണ്ട്. ഇനി അദ്ദേഹമാണോ നമുക്കറിയില്ല. എന്തായാലും നമുക്കത് നോക്കാം. അദ്ദേഹത്തിന് ആണെങ്കിലും അദ്ദേഹം വളരെ സജീവമായി ഉള്ളതുകൊണ്ട് അദ്ദേഹം ജയിക്കുമെന്ന് നമുക്ക് ഉള്ള ട്രെൻഡ് ആണിപ്പോൾ നിൽക്കുന്നത് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ പുതിയ ആരെങ്കിലും ആയിരിക്കും. ആരാണ് കാൻഡിഡേറ്റ് എന്ന് ഇപ്പോൾ തീരുമാനിച്ചത് നമുക്കറിയില്ല. അത് കോൺഗ്രസ്സാണ് നിശ്ചയിക്കേണ്ടത്. പക്ഷേ എന്തായാലും അതിശക്തമായ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങൾ ഗണേഷ് കുമാറിനെതിരെ വരുന്നുണ്ട്. ഗണേഷ് കുമാറിൻ്റെ സഹോദരി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്.
ഗണേഷ് കുമാറിൻ്റെ നേരത്തെ ബന്ധമുണ്ടായിരുന്ന സരിത എസ് നായർ രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ കുടുംബത്തിനകത്തുനിന്നും പുറത്തുനിന്നും പാർട്ടിയിൽ നിന്നും പല സ്ഥലത്തുനിന്നും പ്രതികൂലമായ സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതികൂല സാഹചര്യത്തെ അപ്പുറത്ത് വേറൊരു അനുകൂല സാഹചര്യം കൂടെ ഉണ്ട് യു ഡി എഫിന്. ഞാൻ പറഞ്ഞു, സംസ്ഥാനത്താകെ ഒരു യു ഡി എഫ് ട്രെൻഡിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ പിന്നെ NSSനകത്തും ഒരു ചെറിയ പ്രശ്നം കിടപ്പുണ്ട്. NSSൻ്റെ ഈ സമദൂര സിദ്ധാന്തം എന്നുള്ളത് മാറി അവർ ഒരു ശരിദൂരം, പ്രശ്നാധിഷ്ഠ ദൂരം എന്നൊക്കെ പറഞ്ഞ് വന്നതിൽ ഗണേഷ് കുമാർ നിൽക്കുന്നത് സുകുമാരൻ നായരെ കൂടെയാണ്. അതിലും ചെറിയൊരു പ്രശ്നം ഗണേഷ് കുമാറിന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി പരിഗണിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും ഗണേഷ് കുമാറിൻ്റെ കാര്യം ഇപ്രാവശ്യം ബുദ്ധിമുട്ടാകാനാണ് സാധ്യത എന്നാണ് അവിടെ നിന്ന് വരുന്ന പത്തനാപുരം ഭാഗത്തു നിന്ന് വരുന്ന ഫീൽഡ് റിപ്പോർട്ടിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായും ഗണേഷ് കുമാർ ഒരു തോറ്റുപോകുന്ന കാൻഡിഡേറ്റായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 2.5 വർഷമാണ് മന്ത്രി. ഈ നേരത്തെ ആന്റണി രാജു ആയിരുന്ന മന്ത്രി, ആ സ്ഥാനം 2.5 വർഷത്തേക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി കേരള കോൺഗ്രസ് ഗണേഷ് കുമാറിൻ്റെ പാർട്ടിയുടെ ഒരു അസ്തിത്വവും, കാരണം ഇടതുപക്ഷ മുന്നണി ഇനിയിപ്പോൾ അധികാരത്തിൽ വന്നില്ല എങ്കിൽ ഈ ഘടകകക്ഷികളുടെ ഒരു അസ്തിത്വത്തിൻ്റെ പ്രശ്നവുമുണ്ട്. അത് രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ പാർട്ടിയുണ്ട്, അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുണ്ട്. മാണി ഗ്രൂപ്പ് പിന്നെ കുറെ കൂടി ശക്തമായി നിൽക്കുന്നൊരു സംവിധാനമാണ്. അവർ കുറച്ചുകൂടി സാമ്പത്തികമായും അല്ലാതെയൊക്കെ പറ്റുന്ന പാർട്ടിയാണ്. പക്ഷേ അതേസമയം ഗണേഷ് കുമാറിനെ പോലുള്ള പാർട്ടി എത്ര കണ്ടിനി മുന്നോട്ട് പോകാൻ കഴിയുമെന്നറിയില്ല. അവിടെ നിന്ന് ചാടി BJPയിലേക്കോ LDFിലേക്കോ പോകുമെന്നോ പോകില്ല എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷേ എന്തായാലും ഇപ്രാവശ്യം അവിടെ പത്തനാപുരത്ത് ഗണേഷ് കുമാറിൻ്റെ ഒരു വലിയ വാട്ടർലോ ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതുപോലെ വാട്ടർലോ ആകുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് വലിയ ബുദ്ധിമുട്ട് വരാൻ പോകുന്ന ഒരാളാണ് ജോസ് കെ മാണി. അദ്ദേഹം മത്സരിക്കുമെന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരിയെ ചിലപ്പോൾ ഭാര്യയെ ചിലപ്പോൾ ഇറക്കുന്ന കഥയുമൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ അവർ പൊളിറ്റിക്സിലില്ല, അതുകൊണ്ട് അവർ ഇറങ്ങുമെന്ന് അറിയത്തില്ല. പക്ഷേ എന്തായാലും ജോസ് കെ മാണിയാണ് മത്സരിക്കുന്നതെങ്കിൽ ജോസ് കെ മാണിയും തോറ്റുപോകുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു UDFൻ്റെ ഒരു കാഴ്ചപ്പാട് കിടക്കുന്നു എന്ന് മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം വലിയ തോതിലാണുള്ളത്. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിഷയമെടുത്ത് ഇന്നലത്തെ വരെ എടുത്താൽ, ലേറ്റസ്റ്റ് വിഷയം വരെ എടുത്തു കഴിഞ്ഞാൽ വലിയ ഭരണവിരുദ്ധ വികാരമാണ് സംസ്ഥാനത്ത് കിടക്കുന്നത്. അത് പാച്ചപ്പ് ചെയ്യാൻ ഇനി CPMന് കഴിയുമോയെന്നറിയില്ല. ഐഷ പോറ്റിയെ പോലുള്ളവർ പോയിട്ടുള്ളതും ഇനിയും ഒരുപാട് പേരുകൾ അങ്ങോട്ട് പോകാൻ നിൽക്കുന്നു എന്നൊക്കെയുള്ള കാഴ്ചപ്പാടാണ് കാണുന്നത്. ഇതെല്ലാം കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഗണേഷ് കുമാറിൻ്റെ സാധ്യത അടയുന്നതാണ് ഓരോ ദിവസവും കണ്ടുവരുന്നത്. അല്ലെങ്കിൽ മിറക്കിളുകൾ സംഭവിച്ചാൽ മറ്റ് സംസ്ഥാനത്താകെ UDF പോയാലും ചിലപ്പോൾ ഗണേഷ് കുമാർ രക്ഷപ്പെട്ടേക്കാം. പക്ഷേ അതിനൊരു മിറക്കിൾ അവിടെ സംഭവിക്കണം.